നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇനി പരീക്ഷാ ചൂട്. SSLC +2 പരീക്ഷകൾ തിങ്കളാഴ്ച തുടങ്ങും. 4.25 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. വേനൽ ചൂട് പരിഗണിച്ച് ക്ലാസുകളിൽ ഫാനും കുടിവെള്ള സൗകര്യവും ഉറപ്പാക്കും. കാർഷിക, വിദ്യാഭ്യാസ, സാമൂഹ്യക്ഷേമ മേഖലകൾക്ക് ഊന്നൽ നൽകി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. മലപ്പുറത്തിന്റെ സർവോതോന്മുഖ വികസനം ലക്ഷ്യമിടുന്നതാണ് ബജറ്റെന്ന് പ്രസിഡന്റ് MK റഫീഖ്. മണർക്കാട് കുമരമ്പത്തൂരിൽ വീണ്ടും കാട്ടുപന്നിവേട്ട. 12 പന്നികളെ വെടിവെച്ചു കൊന്നു. പ്രദേശങ്ങളിൽ രാത്രിയും പകലും പന്നിശല്യമെന്ന് നാട്ടുകാർ. മുഴുവൻ മേഖലകളിലും പന്നിവേട്ട നടത്തണമെന്ന് ആവശ്യം. വീട്ടിലേക്ക് വാഹനമെത്താൻ വഴിയില്ല. പാണ്ടിക്കാട് പയ്യപ്പറമ്പിൽ ദുരിതത്തിലായി 22-കാരനായ ഭിന്നശേഷിക്കാരനും കുടുംബവും. വാഹനം എത്താത്തതിനാൽ ചികിത്സയുൾപ്പെടെ പ്രതിസന്ധി. പാലക്കാട് ജില്ലയിലെ ഏക കൂൺ ഗ്രാമമാകാൻ തൃത്താല. കൂൺ ഗ്രാമം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് മേഴത്തൂരിൽ നിർവഹിച്ചു. കൂൺ കൃഷി വലിയ വരുമാന സാധ്യതയുള്ളതെന്ന് മന്ത്രി. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് SSLC +2 പരീക്ഷകൾ തിങ്കളാഴ്ച തുടങ്ങും. SSLC പരീക്ഷ രാവിലെയും +2 പരീക്ഷ അവസാനത്തേതൊഴികെയുള്ളതെല്ലാം ഉച്ചയ്ക്ക് 1:30 മുതലുമാണ് നടക്കുക. പാലക്കാട് ജില്ലയിൽ ആകെ 1,43,667 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. സംസ്ഥാനത്ത് ഇനി പരീക്ഷാ ചൂട്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ തിങ്കളാഴ്ച തുടങ്ങും. രാവിലെ 9 മുതലാണ് SSLC പരീക്ഷ. +2 പരീക്ഷ അവസാനത്തേത് ഒഴികെയുള്ളതെല്ലാം ഉച്ചയ്ക്ക് 1:30 മുതലാണ്. SSLCക്ക് മലയാളം 1-ാം പാർട്ട്, മറ്റ് ഭാഷാ പരീക്ഷകൾ, +2-ന് ഇംഗ്ലീഷ് പരീക്ഷയുമാണ് ആദ്യ ദിനം നടക്കുന്നത്. 2,964 കേന്ദ്രങ്ങളിലായി 4,25,861 വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് SSLC പരീക്ഷ എഴുതുന്നത്. ഗൾഫിലെ 7 കേന്ദ്രങ്ങളിലായി 682 പേരും ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലായി 447 പേരും പരീക്ഷ എഴുതുന്നുണ്ട്. 26,000-ലേറെ അധ്യാപകരാണ് പരീക്ഷ ഡ്യൂട്ടിക്ക് ഉള്ളത്. മാർച്ച് 26-ന് പരീക്ഷകൾ അവസാനിക്കും. പാലക്കാട് ജില്ലയിൽ SSLC ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 1,43,667 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. പരുതൂർ പള്ളിപ്പുറം HSSലാണ് ഏറ്റവും കൂടുതൽ പേർ SSLC പരീക്ഷ എഴുതുന്നത്, 961 പേർ. ഏറ്റവും കുറവ് ഷൊർണൂർ GHS സ്കൂളിലാണ്, 10 കുട്ടികൾ. വേനൽച്ചൂട് പരിഗണിച്ച് ക്ലാസ് മുറികളിൽ ഫാനും കുടിവെള്ള സൗകര്യവും ഉറപ്പുവരുത്തും. ജില്ലയിലാകെ 193 സെന്ററുകളാണ് ഉള്ളത്. ഏപ്രിൽ 3 മുതൽ 26 വരെ 72 കേന്ദ്രങ്ങളിലായി മൂല്യനിർണ്ണയം നടക്കും. +2 പരീക്ഷയ്ക്ക് 4,44,478 കുട്ടികളും +1 പരീക്ഷയ്ക്ക് 3,88,758 കുട്ടികളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2,75,173 പേർ +2 ഇംപ്രൂവ്മെന്റ് പരീക്ഷയും എഴുതുന്നുണ്ട്. കേരളത്തിലും പുറത്തുമായി 1,999 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കുള്ളത്. കാർഷിക, വിദ്യാഭ്യാസ, സാമൂഹ്യക്ഷേമ മേഖലകൾക്ക് മുൻഗണന നൽകി 2025-2026 വർഷത്തെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. 234.11 കോടി രൂപ വരവും 222.21 കോടി രൂപ ചെലവും 11.99 കോടി രൂപ മിച്ചവും കണക്കാക്കിയ ബജറ്റ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടമാണ് അവതരിപ്പിച്ചത്. 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ 4ാമത്തേതും മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിയുടെ അവസാനത്തേതുമായ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അവതരിപ്പിച്ചു. പ്രസിഡന്റ് MK റഫീഖയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. 234.11 കോടി രൂപ വരവും 222.21 കോടി രൂപ ചിലവും 11.99 കോടി രൂപ മിച്ചവും കണക്കാക്കിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറി കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ, ആസ്തികളെ തുടങ്ങിയവ സംരക്ഷിക്കുന്നതിന് പുനരുദ്ധരിപ്പിക്കുന്നതിനുമായി ലഭ്യമാകുന്ന മെയിൻ്റനൻസ് പ്ലാനാണ് കാറ്റഗറി C ഫണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റിൽ അതിനായി പ്രത്യേക തുക വകയിരുത്തുന്നു. ജില്ലാ പഞ്ചായത്തുകളുടെ ആസ്തികൾ, സ്കൂളുകൾ, റോഡുകൾ തുടങ്ങിയവ ആസ്തികൾ സംരക്ഷിക്കുന്നതിനും നവീകരിക്കുന്നതിനും ഈ ഫണ്ട് വിനിയോഗിക്കുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥയിൽ 783 കിലോമീറ്റർ റോഡ് ആസ്തിയാണുള്ളത്. എന്നാൽ നിലവിൽ 2025-26 ബജറ്റ് വിഹിതമായി റോഡുകളുടെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനും മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് ഈ വർഷം ലഭ്യമായത് 46,100,000 രൂപയാണ്. വരവിൽ വികസന ഫണ്ട് 11.29 കോടി രൂപ, നഗരസഞ്ചയ പദ്ധതിയിൽ 34.94 കോടി രൂപ, മെയിൻ്റനൻസ് ഗ്രാന്റ് ഇനത്തിൽ 37.79 കോടി, സംസ്ഥാന ആവിഷ്കൃത ഫണ്ട് 50 ലക്ഷം രൂപ, കേന്ദ്രാവിഷ്കൃത ഫണ്ട് 50 ലക്ഷം രൂപ, തനത് ഫണ്ട് 47.41 ലക്ഷം രൂപ എന്നിങ്ങനെ ബജറ്റിൽ കണക്കാക്കി.
ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഗുണം ലഭിക്കുന്ന പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്താൻ ജില്ലാ പഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയുടെ നിലവിലുള്ള അവസ്ഥ വിശകലനം ചെയ്ത് ഉൽപ്പാദനവും തൊഴിൽ സാധ്യതകളും വിപണന സാധ്യതകളും വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള പദ്ധതികളാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്രാധാന്യം കൊടുക്കുന്നതും വിദ്യാഭ്യാസ മേഖലയുടെ ആധുനികവൽക്കരണത്തിനുമാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത വർഷത്തെ റമസാൻ സീസണിൽ ജില്ലയിലേക്ക് ആവശ്യമായ തണ്ണിമത്തൻ മുഴുവൻ ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്ത് ന്യായവിലയ്ക്ക് വിപണനം ചെയ്യുന്നതിന് മധുരം മലപ്പുറം വിഷരഹിത ഇഫ്താർ, കാർഷിക മുന്നേറ്റത്തിനും ഈ മേഖലയിലെ സമഗ്ര മുന്നേറ്റത്തിനുമായി പ്രവാസി സഹകരണ സംഘങ്ങളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള മരുപ്പച്ച പദ്ധതി, വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പ്രോത്സാഹനം, ചങ്ങാത്തം, ആത്മഹത്യാരഹിത ലോകം പദ്ധതി, പ്രവാസി സംരംഭകർക്കായി വേൾഡ് എന്റർപ്രണർ പാർക്ക്, കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാലേക്കൂട്ടി നേരിടുന്നതിനായി നെറ്റ് സീറോ മലപ്പുറം പദ്ധതി, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വാനനിരീക്ഷണ കേന്ദ്രം തുടങ്ങിയവ പുതിയ ബജറ്റിലെ ശ്രദ്ധേയമായ പദ്ധതികളാണ്. ഉൽപ്പാദന മേഖലയ്ക്ക് 15 കോടി, മൃഗസംരക്ഷണവും ക്ഷീരോത്പാദനവും പരിപോഷിപ്പിക്കുന്നതിന് 2.5 കോടി, മത്സ്യകൃഷി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് 2.5 കോടി, കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് 6 കോടി, വിദ്യാഭ്യാസ മേഖലയുടെ ആധുനികവൽക്കരണത്തിന് 20 കോടി, ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന ആരോഗ്യമുള്ള മലപ്പുറം സമഗ്ര പദ്ധതിക്ക് 15 കോടി, തിരൂർ, നിലമ്പൂർ ജില്ലാ ആശുപത്രികളിൽ പുതിയ മോർച്ചറികൾ സ്ഥാപിക്കുന്നതിനും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി 7 കോടി, വനിതാ ശാക്തീകരണത്തിന് 10 കോടി, ബാലസൗഹൃദ ജില്ലാ പദ്ധതിക്കായി 50 ലക്ഷം, ഭിന്നശേഷി സൗഹൃദ ജില്ലാ പദ്ധതിക്കായി 10 കോടി, സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾക്കായി 5 കോടി, വയോജനക്ഷേമ പദ്ധതികൾക്കായി 5 കോടി, മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി 8 കോടി, കലാസാംസ്കാരിക പൈതൃക മേഖലയുടെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് 3 കോടി, മലപ്പുറത്തിൻ്റെ പാചക നൈപുണ്യം അന്തർദേശീയ തലത്തിൽ എത്തിക്കുന്നതിന് ഭക്ഷ്യമേള നടത്തുന്നതിന് 10 ലക്ഷം, ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിലും ചെറുപ്പക്കാർക്കിടയിലുമുള്ള ലഹരി വ്യാപനം തടയുന്നതിനുള്ള സമഗ്ര പദ്ധതിക്ക് 50 ലക്ഷം, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണന്റെ സ്മരണാർത്ഥം പുന്നപ്പാല ക്ഷേത്രത്തിൽ കവാടവും ഓട്ടുപുരയും നിർമ്മിക്കുന്നതിന് 75 ലക്ഷം, സർക്കാർ സർവേ പ്രകാരം കണ്ടെത്തിയ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഭൂരഹിതരായ മുഴുവൻ കുടുംബങ്ങൾക്കും വീട് വയ്ക്കുന്നതിനും സ്ഥലം വാങ്ങി നൽകുന്നതിന് 10 കോടി, ഫിഷറീസ് മേഖലയുമായി ബന്ധപ്പെട്ട സ്നേഹതീരം എക്സിബിഷന് 10 ലക്ഷം, ജില്ലാ പഞ്ചായത്തിന് കീഴിലെ റോഡുകളുടെ നവീകരണത്തിന് 10 കോടി, പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സമഗ്ര പദ്ധതികൾക്കായി 26 കോടി, പട്ടികവർഗ വിഭാഗക്കാരുടെ സമഗ്ര പദ്ധതിക്ക് 2 കോടി എന്നിങ്ങനെയാണ് പ്രധാന വകയിരുത്തലുകൾ. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന വാര്യക്കുന്നൻ സ്മാരകം, പൂക്കോട്ടൂർ യുദ്ധസ്മാരകം എന്നിവയ്ക്കായി 2.5 കോടി വീതം, വനിതകൾക്ക് സൗജന്യ ബസ് സർവീസിന് 50 ലക്ഷം, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ നവോത്ഥാനത്തിനും പുനരധിവാസത്തിനുമായി 50 ലക്ഷം, ഹജ്ജ് യാത്രക്കാർക്കുള്ള സൗജന്യ മരുന്ന് വിതരണത്തിന് 10 ലക്ഷം, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പേവാർഡിന് 5 കോടി, ആഗോള നിക്ഷേപക സംഗമത്തിന് 50 ലക്ഷം, ആരോഗ്യമേഖലയിൽ നടപ്പിലാക്കുന്ന ജീവിതശൈലി രോഗവിമുക്ത ജില്ലാ പദ്ധതിക്കായി 25 ലക്ഷം എന്നിങ്ങനെയും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനം യാഥാർത്ഥ്യമായതോടെ പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളിലൂടെ ജില്ല ആർജിച്ചെടുത്ത നേട്ടങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ബജറ്റ് ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തും ഭൂവിസ്തൃതിയിൽ 3-ാം സ്ഥാനത്തും നിൽക്കുന്ന ജില്ല ദ എക്കണോമിസ്റ്റിന്റെ കണ്ടെത്തൽ പ്രകാരം അതിവേഗം വികസിക്കുന്ന പ്രദേശമാണ്. കാർഷിക മേഖലയിൽ കൂടുതൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ മേഖലയ്ക്കും തൊഴിൽ മേഖലയ്ക്കും പ്രാമുഖ്യം നൽകുന്നതുമായ ബജറ്റാണിത്. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും അതുമൂലമുണ്ടായിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളും റാഗിംഗ് വാർത്തകളും അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ തലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്നതിനായുള്ള ബൃഹത്തായ പദ്ധതികളും ബജറ്റിൽ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു. വീട്, കുടിവെള്ളം, ആരോഗ്യം എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് 2025-2026 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് N സാജിറയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷത വഹിച്ചു. ഒരാൾക്ക് അത് എങ്ങനെ ഉപകരിക്കും എന്നുള്ളത് നോക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഏറ്റവും മുകളിൽ കിടക്കുന്ന ഒരാളേക്കാൾ കൂടുതൽ ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന ഒരാൾക്ക് അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാവും എന്നുള്ളത് ആണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഉണ്ടവനെ കൂട്ടുന്നതിന് പകരം ഉണ്ണാത്തവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് നാം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിന് തന്നെ മാറിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ക്ഷീരകർഷകർക്ക് ഗ്രാമം പദ്ധതിയിൽ പശുക്കളെ വിതരണം ചെയ്യുന്നു. ഇവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴുത്ത് 34,47,29,280 രൂപ വരവും 33,72,72,8414 രൂപ ചിലവും 75,20,868 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ലൈഫ് ഭവന പദ്ധതി, പട്ടികജാതി ക്ഷേമം,
വനിതാക്ഷേമം, കുട്ടികളുടെയും വൃദ്ധരുടെയും ക്ഷേമം, കാർഷിക മൃഗസംരക്ഷണ മേഖല എന്നിവയ്ക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പൊതുവിഭാഗം 2,86,84,000 രൂപയും പട്ടികജാതി വിഭാഗത്തിന് 91,84,000 രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. വരുന്ന സാമ്പത്തിക വർഷം 1,50,000 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുവാനാണ് പഞ്ചായത്ത് തൊഴിലുറപ്പ് മേഖലയിൽ ലക്ഷ്യമിടുന്നത്. തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള എല്ലാവർക്കും 100 ദിവസം തൊഴിൽ നൽകുവാൻ പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്കായി ബജറ്റിൽ 7 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങളില്ലാത്തത് പോരായ്മയായി പ്രതിപക്ഷാംഗം എം മോഹനൻ ചൂണ്ടിക്കാട്ടി. മണ്ണാർക്കാട് കുമരമ്പത്തൂരിൽ വീണ്ടും കാട്ടുപന്നി വേട്ട. 12 പന്നികളെ വെടിവെച്ച് കൊന്നു. 2ാം തവണയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാട്ടുപന്നികളെ കൊല്ലുന്നത്. പഞ്ചായത്തിലെ ചങ്ങിലേരി, അക്കിപ്പാടം, പയ്യനടം, പള്ളിക്കുന്ന്, കുളപ്പാടം എന്നീ മേഖലയിലാണ് 2ാം ഘട്ടം പന്നിവേട്ട നടത്തിയത്. ഇവിടങ്ങളിൽ നിന്നായി 12 പന്നികളെ വെടിവെച്ച് കൊന്നു. 1ാം ഘട്ടത്തിൽ 15 പന്നികളെ കൊന്നിരുന്നു. പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് നിരന്തരമായി വേട്ട നടത്താൻ പഞ്ചായത്ത് തയ്യാറായത്. അക്കിപ്പാടത്ത് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി ഇരുചക്രവാഹനത്തിന്റെ കുറുകെ ചാടി മീൻ കച്ചവടക്കാരൻ വീണ് സാരമായി പരിക്കേറ്റ ചികിത്സയിലാണ്. ഇവിടെ ഇതിനു മുമ്പ് 2 തവണ പന്നി കുറുകെ ചാടി 3 പേർക്ക് പരിക്കേറ്റു. ഗ്രാമങ്ങളിലെ റോഡുകളിൽ രാത്രിയും പുലർച്ചെയും യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. പലരും തലനാരിഴയ്ക്കാണ് പന്നിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നത്. കൃഷിയിടങ്ങളിൽ പന്നി ഇറങ്ങി നശിപ്പിക്കുന്നത് വാർത്തയല്ലാതായി. കാട്ടുപന്നി ശല്യം നേരിടുന്ന മുഴുവൻ മേഖലകളിലും വേട്ട നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ കെ അജിത്ത്, എ ഹരിദാസൻ, കോട്ടപ്പാടം പഞ്ചായത്ത് അംഗം നിജോ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വേട്ട നടത്തിയത്. പാലക്കാട് ജില്ലയിലെ ഏക കൂൺ ഗ്രാമമാകാൻ തൃത്താല ഒരുങ്ങി. കൂൺ ഗ്രാമം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി എം.പി. രാജേഷ് മേഴത്തൂരിൽ നിർവഹിച്ചു. കർഷകർക്ക് വിവിധ പരിശീലന പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വലിയ വരുമാന സാധ്യതയുള്ള കൂൺ കൃഷി സുസ്ഥിര തൃത്താല പദ്ധതിക്ക് ഊർജ്ജം നൽകുന്നതാണെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. ജനങ്ങളെയാകെ കൃഷിയിലേക്ക് നയിക്കാനും സുസ്ഥിര തൃത്താല വഴിയൊരുക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി നമ്മൾ തൃത്താല മണ്ഡലത്തിൽ കൂട്ടായി നടത്തിയ കാർഷിക മേഖലയിലെ ഇടപെടലുകളാണ്. കാർഷിക രംഗത്ത്, തൃത്താലയിലെ കാർഷിക രംഗത്ത് ഒരു വലിയ മാറ്റം നമുക്ക് സുസ്ഥിര തൃത്താലയിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 556 ഹെക്ടർ സ്ഥലത്ത് നമ്മളിവിടെ നെൽകൃഷി ആരംഭിച്ചു. 667 ടൺ നെല്ല് ഉൽപ്പാദിപ്പിച്ചു. 24 ടൺ പച്ചക്കറി സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി ഉൽപ്പാദിപ്പിച്ചു എന്ന് മാത്രമല്ല, ഹോർട്ടികോപ്പ് വഴി സംഭരിച്ചു. 1135 ടൺ പച്ചത്തേങ്ങ, അല്ലെ, 1135 ടൺ പച്ചത്തേങ്ങ ഫാംനെറ്റ് വഴി സംഭരിച്ചു. നമ്മൾ ഫാംനെറ്റ് മുഖേന സംഭരിച്ചതാണ്, കഴിഞ്ഞ വർഷം സംഭരിച്ചതാണ് 1235 ടൺ. ഇങ്ങനെ വലിയ മാറ്റം ഉണ്ടായി. മത്സ്യകൃഷിയും ഇപ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോർട്ടിക്കൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം സുസ്ഥിര തൃത്താല പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ജില്ലയിലെ ഏക കൂൺഗ്രാമം പദ്ധതി തൃത്താലയിൽ നടപ്പിലാക്കുന്നത്. പദ്ധതി നടപ്പാക്കുന്നതിനായി വിവിധ ഘടകങ്ങൾക്ക് 30.25 ലക്ഷം രൂപയാണ് കൃഷി വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. കൂൺ കൃഷിയുടെ ഭാഗമായി ചെറുകിട കൂൺ വിത്ത് ഉൽപ്പാദന യൂണിറ്റുകൾ ആരംഭിക്കും. 300 കൂൺ ബെഡുകൾ അടങ്ങിയ 2 ലാർജ് സ്കെയിൽ കൂൺ ഉൽപ്പാദന യൂണിറ്റുകളും 100 യൂണിറ്റ് ചെറുകിട കൂൺ ഉൽപ്പാദന യൂണിറ്റുകളുമാണ് ആരംഭിക്കുന്നത്. കൂടാതെ കൂൺ കൃഷി രീതികളെ സംബന്ധിച്ച് കർഷകർക്ക് വിവിധ തലത്തിലുള്ള പരിശീലന പരിപാടിയും ഇതിന്റെ ഭാഗമായി നടക്കും. ഉദ്ഘാടന ചടങ്ങിൽ തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ജയ അധ്യക്ഷയായി. നാഗല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി.വി. ബാലചന്ദ്രൻ, തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.പി. ശ്രീനിവാസൻ, കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോർജ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി. സിന്ധുദേവി, സംരംഭക ലത, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വീട്ടിലേക്ക് വാഹനം എത്തുന്ന വഴി ഇല്ലാത്തതിനാൽ ദുരിതത്തിലായിരിക്കുകയാണ് 22 വയസ്സുള്ള ഭിന്നശേഷിക്കാരനും കുടുംബവും. പാണ്ടിക്കാട് പയ്യപ്പറമ്പിലെ മുണ്ടൂർ കുളത്തിങ്ങൽ ഗിരീഷ് കുമാർ, ജിഷ ദമ്പതികളുടെ മകൻ പ്രണവാണ് വീട്ടിലേക്ക് വാഹനം എത്താത്തതിനാൽ ചികിത്സയ്ക്കുൾപ്പെടെ പ്രയാസപ്പെടുന്നത്. 22 വയസ്സുകാരനായ പ്രണവിന് ജന്മന നടക്കാനോ സംസാരിക്കാനോ കഴിയില്ല. വീട്ടിലെ ഒരു മുറിക്കുള്ളിൽ കിടപ്പിലാണ്. ഇതിനിടയിൽ ആകെ ആശ്വാസമുണ്ടായിരുന്നത് പാണ്ടിക്കാട് പ്രതീക്ഷ ബഡ്സ് സ്കൂളായിരുന്നു. ആദ്യമൊക്കെ പിതാവ് ഗിരീഷ് കുമാർ തോളിൽ ചുമന്നുകൊണ്ട് റോഡ് വരെ എത്തിക്കാറുണ്ടായിരുന്നെങ്കിലും ശാരീരിക അവശതകളാൽ അതിനും സാധ്യമല്ല. മാസങ്ങളായി ഇപ്പോൾ ഇതേ കിടപ്പിൽ തന്നെയാണ് പ്രണവ്. ദിവസങ്ങൾക്ക് മുൻപ് കാൽമുട്ടിൽ മുഴവന്ന് ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യവും ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട തുടർ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പോകണമെങ്കിലും റോഡ് വരെ ആരെങ്കിലും പ്രണവിനെ ചുമക്കണം. റോഡിൽ നിന്ന് 150 മീറ്റർ ദൂരമുണ്ട് ഇവരുടെ വീട്ടിലേക്ക്.
ഇടുങ്ങിയ വഴിയിലൂടെ കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. ഓട്ടോറിക്ഷയ്ക്ക് സഞ്ചരിക്കാനുള്ള വഴിയെങ്കിലും ഉണ്ടെങ്കിൽ പ്രണവിന് യഥാസമയം ചികിത്സ നൽകാനെങ്കിലും സാധ്യമാകും. കുട്ടീനെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്, കാലിന് ചോരക്കുരുവൊക്കെ ഉണ്ടായിട്ട് കൊണ്ടുപോകണം വെച്ചാൽ പുറത്തിട്ടുങ്ങാണ്ട് കൊണ്ടുപോകണം. അവിടെ എത്തുമ്പോഴേക്ക് ആ കുഴങ്ങാണ്, ചിലപ്പോൾ ഊരനിട്ടും അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളാണ്. വണ്ടിക്കാർ വിളിച്ചാൽ കുറേ ലോങ്ങായി കൊണ്ട് ഓർക്ക് വരാൻ ഗതികേടാണ്. പിന്നെ വയ്യില്ല, ഓലിങ്ങോട്ട് വിളിച്ചാൽ ഇവിടെ അവിടെ എത്തുമ്പോഴേക്ക് പ്രശ്നമായിട്ട് ഓർക്ക് നേരം വൈകിട്ട് ഓല് പോവുകയാണ്. അങ്ങനത്തെ പ്രയാസങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഞങ്ങൾക്കൊരു വഴി വേണം, അതിനെന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ചെയ്തു തരണം. ഓൻ പ്രതീക്ഷയിൽ കൊണ്ടുപോകാൻ കഴിയില്ല, ഇവിടുന്ന് പ്രതീക്ഷയിലാണ്. അപ്പോൾ എന്നും പ്രതീക്ഷത്തെ ആൾക്കാരോട് വന്നു, എന്താ നിങ്ങൾ കൊണ്ടുവരാത്ത വെച്ച് കണ്ട്. അപ്പോൾ പിന്നെ ഒരു വയ്യൊക്കെ കണ്ടു നോക്കുമ്പോൾ ഇത് കൊണ്ടുവരാൻ കഴിയൂല, ഞങ്ങൾക്ക് മനസ്സിലായി ഇറങ്ങാണ്ട് ഒരു പോയി. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം ഞങ്ങൾ കൊണ്ടുപോകും. പ്രത്യേകിച്ച് ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അന്ന് കൊണ്ടുപോകും. ഞാൻ ലീവ് എടുത്തുങ്ങാണ്ട് കൊണ്ടുപോകും. അങ്ങനെ പുറത്തിട്ടിട്ടാണ് കൊണ്ടുപോകല്. അവിടെ വണ്ടിക്കാരെ വിളിച്ചുങ്ങാണ്ട് ആശുപത്രിക്കൊക്കെ ഇങ്ങനെ തോളിലിട്ടിട്ടുണ്ടോ? ഒക്കെ തോളിട്ട്, ഇപ്പോഴൊക്കെ തോളിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തോളിലിട്ട് അത്ര നേരം ആ ദൂരം പ്രതീക്ഷയ്ക്ക് കൊണ്ടാവാത്തതുകൊണ്ട് അത് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും അവിടെ ഇതൊക്കെ ഉണ്ടാകുമ്പോഴുള്ളൂ എടുത്തു കൊണ്ടുപോകാൻ അച്ഛന് കഴിയാത്തതുകൊണ്ട് ഊരവേദന ഇതൊക്കെ ആയിട്ട് ഇരിക്കും കഴിയൂല. രണ്ടാളില്ലാതെ അവനെ കൊണ്ട് നടക്കാൻ കഴിയൂല. നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. സമീപവാസികളിൽ ചിലർ വഴി വിട്ടു നൽകാൻ തയ്യാറാണെങ്കിലും മറ്റു ചിലർ തയ്യാറാകാത്തതും പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചെർപ്പളശ്ശേരി കാറൽമണ്ണയിൽ വീണ്ടും വാഹനാപകടം. കോഴി കയറ്റി വന്ന ലോറി ഡിവൈഡറിൽ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. രാത്രിയിൽ ഡിവൈഡറുകൾ ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകടമുണ്ടാക്കുന്നത്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ കാറൽമണ്ണ ആനന്ദപ്പടിയിലാണ് ശനിയാഴ്ച രാത്രി അപകടമുണ്ടായത്. പാലക്കാട് ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കോഴി കയറ്റിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ടൂറിസ്റ്റ് ബസ്സുകളും ചരക്കു വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇവിടെ സമാനമായ രീതിയിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. രാത്രി സമയങ്ങളിൽ ആനന്ദപ്പടിയിലെ വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് റോഡിന് നടുവിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകട കാരണമാകുന്നത്. ഇവിടെ മതിയായ സൂചനാ ബോർഡുകളോ റിഫ്ലക്ടറുകളോ സ്ഥാപിച്ചിട്ടില്ല. അടിയന്തരമായി ഈ മേഖലയിൽ സൂചനാ ബോർഡുകളും റിഫ്ലക്ടറുകളും സ്ഥാപിച്ച് അപകട സാധ്യത ഇല്ലാതാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 2-3 വണ്ടിയായി ഇടിക്കുന്നു. എൻ്റെ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ലൈനും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഓക്കെ. അപ്പോൾ അവിടുന്ന് തിരിഞ്ഞു വരുന്ന വണ്ടിക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല. അതിനെ എൻ്റെ പ്രധാനം എത്രയും പെട്ടെന്ന് പരിഹാരം കാണും. ലഹരിക്കെതിരെ നാടൊരുമിക്കുക എന്ന സന്ദേശവുമായി ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷൻ മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ ഉണർത്തുജാഥ നടത്തി. 2 ദിവസങ്ങളിലായി നടത്തിയ ഉണർത്തുജാഥ ജില്ലാ അതിർത്തിയായ കരിങ്കലത്താണിയിൽ നിന്ന് ആരംഭിച്ച് തെങ്കരയിൽ സമാപിച്ചു. തെങ്കര ഡിവിഷൻ തലത്തിൽ നടപ്പാക്കി വരുന്ന സമ്പൂർണ്ണ സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായാണ് കാലിക പ്രസക്തിയാർന്ന വിഷയത്തിൽ ജാഥ നടത്തിയത്. മദ്യ ലഹരി വസ്തുക്കളുടെ വിപണനത്തിനും ഉപയോഗത്തിനുമെതിരെ തെരുവുകളിൽ ബോധവൽക്കരണം നടത്തുകയായിരുന്നു ജാഥയിലൂടെ ലക്ഷ്യമിട്ടത്. നിയമപരമായ നടപടികൾക്കൊപ്പം ലഹരി വിൽപ്പനയും ഉപയോഗവും ത്യജിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുക, വീടുകളിലും 4 ആൾ കൂടുന്നയിടങ്ങളിലും ലഹരി വിരുദ്ധ സന്ദേശം വ്യാപകമാക്കുക, ലഹരിയെ തുരത്താൻ നാടൊരുമിക്കുക തുടങ്ങിയ സന്ദേശങ്ങളാണ് ജാഥയിൽ ഉന്നയിച്ചത്. കരിങ്കലത്താണിയിൽ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ജാഥ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പരിധിയിലെ തച്ചനാട്ടുകര, കോട്ടപ്പാടം, കുമരമ്പത്തൂർ, കാഞ്ഞിരപ്പുഴ, തെങ്കര പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ജാഥ പര്യടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത്, സാംസ്കാരിക പ്രവർത്തകൻ KPS പയ്യനടം, സഹദ് അരിയൂർ, മുജീബ് മല്ലിയിൽ, നൌഷാദ് വെള്ളപ്പാടം, മുഹമ്മദ് ചെറൂട്ടി, അസീസ് ഭീമനാട്, പ്രൊഫസർ PM സലാഹുദ്ദീൻ തുടങ്ങിയവർ വിവിധ ഇടങ്ങളിൽ പ്രസംഗിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. സംസ്ഥാന വ്യാപകമായി KSKTUവിന്റെ നേതൃത്വത്തിൽ നടന്ന താലൂക്ക് ഓഫീസ് മാർച്ചിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണയിലും മാർച്ച് സംഘടിപ്പിച്ചത്. നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പാക്കുക, തരം മാറ്റുന്നതിന് തരിശിടാൻ അനുവദിക്കാതിരിക്കുക, അന്യായമായ തരം മാറ്റം റദ്ദു ചെയ്യുക, അർഹമായ മുഴുവൻ പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. KSKTU ജില്ലാ ട്രഷറർ KP ശങ്കരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മങ്കട ഏരിയ പ്രസിഡന്റ് M രാജു അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി S ശ്രീരാജ്, CPM ഏരിയ സെക്രട്ടറി E രാജേഷ്, MK ശ്രീധരൻ, K ഉണ്ണികൃഷ്ണൻ, വിനോദിനി എന്നിവർ സംസാരിച്ചു. വള്ളുവനാട്ടിലെ പൂരങ്ങളുടെ പൂരമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് കഴിഞ്ഞ ദിവസം കൊടിയേറി. ഇനി 10 നാൾ തട്ടകത്തിന് പൂരത്തിൻ്റെ ആവേശക്കാലം. മാർച്ച് 12-നാണ് പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം.
വേണ്ടപ്പെട്ടവരൊക്കെ എത്തിയോ? ക്ഷേത്രസന്നിധിയിൽ കോമരത്തിൻ്റെ വിളിച്ചുചൊല്ലൽ. ചിനക്കത്തൂർക്കാവിൻ്റെ മുറ്റത്ത് 7 ദേശങ്ങളിൽ നിന്നെത്തിയ ഭക്തർ 2 തവണ നിഷേധസ്വരമുയർത്തി. 3-ാം വട്ടവും കോമരത്തിൻ്റെ ചോദ്യമുയർന്നു. തട്ടകത്തിലുള്ളവരുടെ കണ്ണുകളെല്ലാം ക്ഷേത്രത്തിനു മുകളിൽ വാനിലുയർന്നു നിൽക്കുന്ന കൊടിമരത്തിലേക്കായി. ഭക്തരുടെ ആർപ്പുവിളികൾക്കിടെ ശനിയാഴ്ച രാത്രി 11-ന് താഴേക്കാവിൽ കൊടിക്കൂറ ഉയർന്നു പൊങ്ങി. പിന്നാലെ മേലേക്കാവിലും കൂത്തുമാടത്തിലും കൊടിയുയർന്നു. അങ്ങനെ വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരത്തിന് കൊടിയേറി. ഇനി 10 നാൾ വള്ളുവനാട്ടുകാർ എണ്ണി കാത്തിരിക്കും. പൂരത്താലപ്പൊലിയും കുതിരയ്ക്ക് തലവെപ്പും കുമ്മാട്ടിയും ആഘോഷിച്ച് ചിനക്കത്തൂരിൻ്റെ പൊൻപൂരം കൊണ്ടാടാൻ. സദാനന്ദ പുലവരുടെ നേതൃത്വത്തിൽ 17 ദിവസമായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന തോൽപ്പാവക്കൂത്ത് ശനിയാഴ്ച സമാപിച്ചു. കുംഭമാസത്തിലെ മകന്നാളിൽ മാർച്ച് 12-നാണ് ചിനക്കത്തൂർ പൂരം. ഒറ്റപ്പാലം, മീറ്റ്ന, പാലപ്പുറം, പല്ലാർമംഗലം, എറക്കോട്ടരി, തെക്കുമംഗലം, വടക്കുമംഗലം എന്നിങ്ങനെ 7 ദേശങ്ങൾ ചേരുന്നതാണ് പൂരാഘോഷം. തട്ടകത്തിന് ഇനിയുള്ള 10 നാൾ പറയെടുപ്പ് ചടങ്ങിൻ്റേതാണ്. ഞായറാഴ്ച രാവിലെ പറയെടുപ്പ് തുടങ്ങി. മാർച്ച് 10-നാണ് പൂരത്താലപ്പൊലി. 11-ന് കുമ്മാട്ടിയും കുതിരയ്ക്ക് തലവയ്ക്കലും നടക്കും. അതുവരെ ദേശങ്ങളിൽ കലാപരിപാടികൾ നടക്കും. മാർച്ച് 12-നാണ് കുതിരക്കളിയും തേരും തട്ടിന്മേൽ കൂത്തും ആനപ്പൂരവും ഉൾപ്പെട്ട പൂരം. കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി ക്ഷേത്രത്തിലും ഉത്സവാഘോഷങ്ങൾ തുടങ്ങി. കഴിഞ്ഞ ദിവസം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലായിരുന്നു ഉത്സവത്തിന് കൊടിയേറിയത്. താന്ത്രിക ചടങ്ങുകൾക്കും ക്ഷേത്രകലകൾക്കും പ്രാധാന്യം നൽകിയാണ് കാർലമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കേളി, ആചാര്യവരണം, മുളയിടൽ എന്നിവയ്ക്ക് ശേഷം ഉത്സവത്തിന് കൊടിയേറി. തന്ത്രിമാരായ പെരുപ്പടപ്പ് ഋഷികേശൻ സോമയാജിപ്പാട്, മേൽമുണ്ടയൂർ അനൂപ് കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ കൊടിയേറ്റത്തിന് മുഖ്യ കാർമ്മികരായി. തുടർന്ന് പനംകുരിശിക്കാവിലമ്മയ്ക്ക് കളമ്പാട്ടിനും കൂറയിട്ടു. കൊടിയേറ്റത്തിനു ശേഷം തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ എന്നിവയും അരങ്ങേറി. ഞായറാഴ്ച രാവിലെ പനമണ്ണ ശശിയും സംഘവും നയിച്ച മേളത്തിൻ്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പുമുണ്ടായി. 3-ാം വിളക്ക് ദിനമായ തിങ്കളാഴ്ച വൈകിട്ട് 6:30-ന് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടക്കും. ഏറെക്കാലം ക്ഷേത്രത്തിന്റെ അമരക്കാരനായി പ്രവർത്തിച്ചിരുന്ന നെച്ചിയിൽ ബാലൻ വൈദ്യരുടെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർക്ക് നൽകും. MR മുരളി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് ട്രിപ്പിൾ തായമ്പക അരങ്ങേറും. തുടർന്നുള്ള ദിവസങ്ങളിലും വൈകിട്ട് തിരുവാതിരക്കളി, തായമ്പക, കഥകളി, വീണക്കച്ചേരി, നൃത്തനൃത്യങ്ങൾ, നാടൻപാട്ട് എന്നിവ അരങ്ങേറും. മാർച്ച് 7-ന് 7-ാം വിളക്ക് ദിവസം രാവിലെ പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയിൽ പള്ളിവേട്ട, 11-ന് കഞ്ഞിസദ്യ എന്നിവ നടക്കും. മാർച്ച് 8-ന് തൂതപ്പുഴയിൽ 3 ആനയുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയിൽ ആറാട്ടും തിരിച്ചെഴുന്നള്ളിപ്പോടും കൂടി ഉത്സവം സമാപിക്കും. ദിവസവും പ്രസാദകൂട്ടും ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാട്ടുകാവിലെ ഭരണി മഹോത്സവത്തിന് കോട്ടപ്പുറം ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സിന്റെ വലിയാറാട്ടുവേല 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞും മുന്നോട്ട്. മതസൗഹാർദ്ദത്തിനൊപ്പം മാനവികതയുടെ കൂട്ടായ്മയായി 90കളിൽ ആരംഭിച്ച് സ്റ്റേജ് ഷോ മാത്രമായി തുടങ്ങിയ പരിപാടികൾ ഇന്ന് ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയിൽ വിപുലമായാണ് വലിയാറാട്ടുവേലയായി ക്ഷേത്രത്തിലെത്തുന്നത്. നമ്മുടെ കോട്ടപ്പുറം ടാക്സി ഡ്രൈവേഴ്സിന്റെ വേല
തുടക്കം മുതൽ 1993 സ്റ്റേജ് ഷോ വെച്ച് തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ വേല സ്റ്റാർട്ട് ചെയ്തു. മുടക്കം കൂടാതെ 36 വർഷത്തോളം വേല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തുടർച്ചയായിട്ട് പുതിയ തലമുറകളായിട്ട് മാറി മാറി വന്നിട്ട് വേല നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാതിമത ഭേദമന്യേ കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷനിലെ എല്ലാ ഓട്ടോ ടാക്സി ഡ്രൈവർമാരും അനുബന്ധ പ്രവർത്തകരും നാട്ടുകാരും ഈ വേലയിൽ അണിനിരക്കാറുണ്ട്. കോട്ടപ്പുറത്തെ ആദ്യകാല ഡ്രൈവർ ചേരിക്കമ്പാടത്ത് രാജൻ ഈ വേലയ്ക്ക് തുടക്കം മുതൽ തന്നെ ചുക്കാൻ പിടിക്കുകയും ഇന്നും പുതുതലമുറയ്ക്കൊപ്പം മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്നു. 1993 ചെറിയൊരു ആശയമായി മനസ്സിലുദിച്ച് സ്റ്റേജ് പരിപാടികളായി തുടങ്ങുകയും പിന്നീട് ഇന്നുള്ളതുപോലെ വലിയാറാട്ട് വേലയായി മാറ്റുകയും ചെയ്തു എന്ന് മുൻകാല ഡ്രൈവറായ കീടത്തുപറമ്പിൽ ഹംസ പറഞ്ഞു. ഞങ്ങൾ 1993 ചെറിയൊരു ആശയം ഞങ്ങൾ മനസ്സിലിങ്ങനെ ഉദിച്ച് ചെറിയൊരു പരിപാടി അമ്പലത്തിൽ പൂരത്തിനോടനുബന്ധിച്ച് നടത്താമെന്നുള്ള ഒരു ആശയം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയൊരു പരിപാടിക്ക് തുടക്കം കുറിച്ച് അന്നൊക്കെ ഞങ്ങൾക്ക് ചെറിയ രീതിയിലുള്ളൊരു വരുമാനമുള്ളതൊന്നും കിട്ടിയിരുന്നു. അത് വലിയൊരു ആഗ്രഹത്തോടുകൂടെ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ചെറിയ സ്റ്റേജ് ഷോ, ഒരു ഗാനമേള, അങ്ങനത്തെ രൂപത്തിൽ ഞങ്ങൾ 2-3 വർഷം കൊണ്ടു നടക്കണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പാടെ ഒരു ആഗ്രഹപ്രകാരം ഒരു മത സൗഹാർദ്ദത്തോടു കൂടി ഞങ്ങൾ ചെറിയ ഒരു വേല രൂപത്തിൽ അമ്പലത്തിലേക്ക് ഇത് തുടർച്ചയായി കൊണ്ടുപോകാമെന്നും എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിക്കൊടുന്നു. അന്ന് വളരെയധികം പ്രയാസപ്പെട്ട് ഞങ്ങളത് കടമ്പഴിപ്പുറം, കോകാട് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൂടെ പോയി പിരിച്ച് 10 രൂപയ്ക്ക് അതൊന്നും പിരിവ് കിട്ടുള്ളൂ. അങ്ങനെ പിരിച്ച് ഞങ്ങൾ ഓരോ വർഷം തോറും ഇത് നടത്തിക്കൊണ്ട് പോകുന്നു. ഇന്നും ഞങ്ങളെ ഫീൽഡിലുള്ള പുതിയ തലമുറ അത് തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അത് മുന്നോട്ട് ഇവർ കൊണ്ടുപോട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ 30 വർഷം പിന്നിടുമ്പോൾ മുൻകാല സഹപ്രവർത്തകരായ രാമകൃഷ്ണൻ എന്ന ബാബു, അബ്ദുള്ള, പയസ് കുര്യൻ, റജി, രാമകൃഷ്ണൻ, ഹരികുമാർ എന്നിവരെ സ്മരിക്കുക കൂടിയാണ് കൂട്ടായ്മയിലെ സുഭാഷ് കാവുങ്ങൽ. ചെറുമരം ബാബുവേട്ടനെ പോലുള്ള ആളുകളൊക്കെ വളരെ കഷ്ടപ്പെട്ട് തുടങ്ങി. അബ്ദുള്ള അവരൊക്കെയാണ് ആദ്യത്തിൽ തുടക്കത്തിൽ പറഞ്ഞാൽ ഒരു ഗാനമേള, നാദം ഓർക്കസ്ട്രയുടെ ഗാനമേളയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ആരംഭിച്ചത്. പിന്നെ ഗാനമേള അതിനുശേഷം അടുത്ത കൊല്ലം വീണ്ടും കുറച്ചും കൂടി പുരോഗമിച്ചു. കോട്ടയം മംഗളം ഓർക്കസ്ട്രയുടെ ഗാനമേളായി. അത് കഴിഞ്ഞ് പിന്നെയാണ് ഇത് ഈ വേലയിലേക്ക് എത്തി. വേല ഇന്നും ചെറുപ്പക്കാരുടെ ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട്. സാധാരണഗതിയിൽ ടാക്സി വേല നടത്തിയാൽ അവിടെ കച്ചറ ഉണ്ടാവും എന്നുള്ളതാണ് ആളുകളുടെ പ്രചരണം. പക്ഷെ ടാക്സിക്കാരെ നടത്തിയ പരിപാടി ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞുള്ള തെളിവാണ്. അതിന് ഏറ്റവും ഗുണപ്പെടുത്തിയിട്ട് നമ്മുടെ പ്രദേശത്തുള്ള യുവാക്കളുടെ ഒത്തൊരുമയും ചെറുപ്പക്കാരായ ആളുകളുടെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു തെളിമയും കൂടിയാണ്. ഈ വർഷത്തെ വലിയാറാട്ട് വേലയിൽ രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം, തിടമ്പ് പൂജ, മുതിർന്ന ഡ്രൈവർമാരെ ആദരിക്കൽ, തായമ്പക, മേളം, തുടർന്ന് വേല കോട്ടപ്പുറത്ത് നിന്ന് പുറപ്പെടുകയും വൈകുന്നേരത്തോടുകൂടി ക്ഷേത്രത്തിലെത്തിച്ചേർന്ന് വെടിക്കെട്ടോടുകൂടി സമാപിക്കുകയും ചെയ്യുമെന്നും ഇതിനെല്ലാം നല്ലവരായ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സഹകരണം ഉണ്ടെന്നും ഭാരവാഹി ദിലീപ് പറഞ്ഞു. സാധാരണയായി നമ്മുടെ വലിയാറാട്ട് വേല നടക്കുന്നത് രാവിലെ ഇവിടെ തിടമ്പ് പൂജ, ആ സമയത്തൊരു മേളം, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വേല കോട്ടപ്പുറം സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് 16 പള്ളിവളവിൽ പോയി തിരിച്ച് വീണ്ടും ക്ഷേത്രത്തിലേക്ക് വേല പോകലാണ്. ഇത്തവണ നമ്മൾ അധികമായിട്ട് ഗണപതി ഹോമം രാവിലെ 5 മണിക്ക് കഴിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ മേളവും തായമ്പകയും എല്ലാം കഴിഞ്ഞതിന് ശേഷം സീനിയർ ഡ്രൈവർമാരെ ആദരിക്കലും ഒരു പരിപാടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 2 മണിയോടുകൂടി വേല സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് 16 പോയി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വീണ്ടും എത്തിച്ചേരും. അതിനൊപ്പം വെടിക്കെട്ടോടുകൂടി നമ്മുടെ വേല സമാപനം ക്ഷേത്രത്തിൽ കുറിക്കും. നിത്യരോഗികൾക്കും വിഭിന്ന ശേഷിക്കാർക്കും മാനസിക പ്രയാസം അനുഭവിക്കുന്നവർക്കുമായി സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏലംകുളത്ത് സ്നേഹസംഗമം നടത്തി. ഏലംകുളം പെരുമ്പറമ്പ് സ്നേഹതീരം പദ്ധതി പ്രദേശത്ത് സംഘടിപ്പിച്ച സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു ഉദ്ഘാടനം ചെയ്തു. സഹജീവികൾക്കൊരു കൈത്താങ്ങ്, എന്നും അശരണർക്കൊപ്പം എന്ന ആശയത്തോടെ 2016 മുതൽ റഹ്മാൻ ഏലംകുളത്തിൻ്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ആസ്ഥാനമായി സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. നിത്യരോഗികൾ, വിഭിന്ന ശേഷിക്കാർ, മാനസിക പ്രയാസം അനുഭവിക്കുന്നവർക്കെല്ലാം കഴിഞ്ഞ 10 വർഷമായി സ്നേഹതീരം സംഗമം സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഈ വർഷത്തെ സ്നേഹസംഗമം ഏലംകുളം പെരുമ്പറമ്പിലെ സ്നേഹതീരം പദ്ധതി പ്രദേശത്ത് നടന്നു. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു സംഗമം ഉദ്ഘാടനം ചെയ്തു. കെട്ടിടവും ആ സ്ഥാപനവും ഇവിടെ വന്നാൽ ഒട്ടേറെ ആളുകൾക്ക്, ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പ്രയോജനപ്രദമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അത് ഏലംകുളത്തിന് മാത്രമല്ല, വിവിധ പ്രദേശങ്ങളിലുള്ള ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന, അവശത അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം പ്രയോജനപ്രദമാവുന്ന രീതിയിലാണ് ഈ പ്രൊജക്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്.
അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കുന്നതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ മുഖ്യാതിഥിയായിരുന്നു. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീത പള്ളത്ത്, സ്ഥിരം സമിതി അധ്യക്ഷൻ MR മനോജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നാലകത്ത് ഷൗക്കത്ത്, സ്നേഹതീരം ഡയറക്ടർമാർ, സാമൂഹിക സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ദേശീയ ഭിന്നശേഷി ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയ റിദ ഫാത്തിമ, ജീവകാരുണ്യ പ്രവർത്തകൻ താമരത്ത് ഹംസു, സുബ്രഹ്മണ്യൻ ഏലംകുളം എന്നിവരെയും സഹായി ഓട്ടോ ഗ്രൂപ്പ് ഏലംകുളം, മലപ്പുറം ജില്ലാ ട്രോമ കെയർ, ചേർത്ത് നിർത്താം വളണ്ടിയർ കൂട്ടായ്മ തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു. വിഭിന്നശേഷിക്കാരായ കുട്ടികളും കലാകാരന്മാരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ചടങ്ങിൽ 200ഓളം നിർധനരായ കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റഹ്മാൻ ഏലംകുളം, വൈസ് ചെയർമാൻ അബൂബക്കർ തണൽ, ജനാർദ്ദനൻ മനഴി, ഉമ്മർ PK, മൻസൂർ പട്ടിക്കാട്, അസീസ് വെളിയഞ്ചേരി, അസറു, ഷബീർ തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി. ഡേ കെയർ സെന്റർ, ഡയാലിസിസ് സെന്റർ, ഫിസിയോതെറാപ്പി സെന്റർ, പാലിയേറ്റീവ് സ്റ്റോർ തുടങ്ങിയവ സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാവി പദ്ധതികളാണ്. ഇതിനായി കെട്ടിട നിർമ്മാണം നടക്കുന്ന പദ്ധതി പ്രദേശത്താണ് സ്നേഹസംഗമം 2025 നടന്നത്. ഒരു ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. ഇനിയൊരു ലോട്ടറി വിൽപ്പനക്കാരൻ്റെ വാർത്തയാണ്. വെറും ലോട്ടറി വിൽപ്പനക്കാരനല്ല, കലാഭവൻ മണിയാണ് ഈ ലോട്ടറി വിൽപ്പനക്കാരൻ്റെ ഊർജം. തൻ്റെ സ്കൂട്ടറിൽ മണിയുടെ പാട്ടുകൾ മാത്രം വെച്ചാണ് ലോട്ടറി വിൽപ്പന. കുട്ടൻ എന്ന നാട്ടുകാരുടെ കുട്ടേട്ടനാണ് ഈ ലോട്ടറി വിൽപ്പനക്കാരൻ. മണിയുടെ സ്മരണാർത്ഥം വിശക്കുന്നവർക്കായി ഭക്ഷണം വാങ്ങി നൽകുന്നതും കുട്ടേട്ടൻ്റെ ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. ഷൊർണൂരുകാർക്കും ചെറുതുരുത്തിക്കാർക്കുമെല്ലാം ഏറെ സുപരിചിതനാണ് കുട്ടേട്ടൻ. കലാഭവൻ മണിയുടെ പാട്ടുകൾ വെച്ച് ലോട്ടറി വിൽപ്പന. സ്കൂട്ടറിൽ മുഴുവൻ മണിയുടെ ചിത്രങ്ങൾ. സാധാരണക്കാരുടെ വിശപ്പകറ്റാൻ വണ്ടിയിൽ തന്നെ ഹുണ്ടിക. അങ്ങനെ കലാഭവൻ മണിയുടെ ഓർമ്മപ്പെടുത്തലുമായി കഴിഞ്ഞ 9 വർഷമായി ലോട്ടറി വിൽപ്പനക്കാരനായ തെക്കേവരിക്കോട്ടിൽ രാമകൃഷ്ണൻ എന്ന കുട്ടേട്ടൻ ഷൊർണൂരുകാർക്കും ചെറുതുരുത്തിക്കാർക്കും ഏറെ സുപരിചിതനാണ്. കലാഭവൻ മണിയുടെ കടുത്ത ആരാധകനായ രാമകൃഷ്ണൻ മണി ഷൊർണൂരിൽ സിനിമാ ചിത്രീകരണത്തിന് എത്തിയപ്പോഴാണ് നേരിൽ കാണുന്നത്. അങ്ങനെ ഇരുവരും ചേർന്ന് ഫോട്ടോയും എടുത്തു. കൂലിപ്പണി ചെയ്തിരുന്ന രാമകൃഷ്ണൻ കലാഭവൻ മണിയുടെ മരണശേഷം ലോട്ടറി വിൽപ്പനയിലേക്ക് കടന്നു. എല്ലാവരെയും പോലെ സ്കൂട്ടറിൽ ലോട്ടറി നറുക്കെടുപ്പ് വിളിച്ചു പറയുന്ന ഏർപ്പാട് രാമകൃഷ്ണനില്ല. പകരം വണ്ടിയിൽ തന്നെ സൗണ്ട് സിസ്റ്റം ഘടിപ്പിച്ച് കലാഭവൻ മണിയുടെ പാട്ടുകൾ വയ്ക്കുന്നതാണ് പതിവ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ മണി വരുന്നുണ്ടെന്നും കുട്ടേട്ടൻ വരുന്നുണ്ടെന്നും പറയാറുണ്ട്. മണിച്ചേട്ടനെ കുറെ കാലങ്ങളായിട്ട് ഷൂട്ടിംഗ് ഷൊർണൂർ വെച്ച് കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പാവങ്ങൾക്കും കാഴ്ചയില്ലാത്തവർക്കും നിലമ്പരായ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കലും അങ്ങനെ പഴയ വിവാഹങ്ങൾ വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് വിവാഹം നടത്തി കൊടുക്കലും എല്ലാ അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാലുവേദന മുട്ടുവേദനായ കാരണം കൊണ്ട് കൂലിപ്പണിയെടുത്തിരുന്ന ആളായതുകൊണ്ട് അത് മണിച്ചേട്ടൻ്റെ ആ മരണത്തെ തുടർന്നുകൊണ്ടാണ് ഈ ലോട്ടറി ടിക്കറ്റ് കേരള ബായ്ക്കൊരു വിൽക്കാൻ തുടങ്ങിയത്. അതെനിക്ക് നല്ലൊരു അനുഭവമായി മാറി. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ നാടൻ പാട്ട് വെച്ചപ്പോൾ ജനങ്ങൾക്കും കാണികൾക്കെല്ലാം ഒരു ഇഷ്ടമാണ്. കാഴ്ചയില്ലാത്തവരും കാലില്ലാത്തവരെയും കാണുമ്പോൾ ഭക്ഷണമായി കൊടുക്കാനും കൂടി മണിച്ചേട്ടൻ പറഞ്ഞു. അത് ഇന്ന് വരെ തുടർന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടിയിൽ കേരള ബായ്ക്കൊരു പൈസ അടിച്ചു കഴിയുമ്പോൾ അതിൽ ഉണ്ടിയിൽ പൈസ ഇടും. ബാക്കി എൻ്റെ കമ്മീഷൻ കൂട്ടിയിട്ടാണ് ഞാൻ കൊടുത്തു വരുന്നത്. ഇതുവരെ എത്തിയിട്ടുണ്ട്. കലാഭവൻ മണി നേരിൽ കണ്ട സമയത്ത് രാമകൃഷ്ണനോട് പറഞ്ഞത് പറ്റുന്ന സമയങ്ങളിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണമെന്നായിരുന്നു. മണിയുടെ വാക്കുകൾ ഏറ്റെടുത്ത് രാമകൃഷ്ണൻ വണ്ടിയിൽ ഒരു ഹുണ്ടികയും സ്ഥാപിച്ചു. ലോട്ടറികളിൽ സമ്മാനങ്ങൾ അടിക്കുന്ന ആളുകൾ ഒരു ചെറിയ തുക ഹുണ്ടികയിൽ ഇടാറുണ്ടെന്ന് രാമകൃഷ്ണൻ പറയുന്നു. ചിലപ്പോൾ കമ്മീഷൻ തുകയും ഇതിനായി വിനിയോഗിക്കും. ഈ തുക ഉപയോഗിച്ച് വഴിയരികിൽ കാണുന്ന പാവപ്പെട്ടവർക്ക് രാമകൃഷ്ണൻ ഭക്ഷണം വാങ്ങിക്കൊടുക്കും. കഴിഞ്ഞ 9 വർഷമായി ഇത് തുടർന്നു വരുന്നു. ഷൊർണൂർ വാണിയംകുളം ഭാഗത്ത് നിന്നാണ് ടിക്കറ്റ് എടുക്കാറുള്ളത്. രാവിലെ 7 മണിക്ക് ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കും. ഷൊർണൂർ ചെറുതുരുത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാന വിൽപ്പന. ഒരു ദിവസം 120 ടിക്കറ്റ് വരെ വിറ്റഴിക്കാറുണ്ട്. വിഷുവിൻ്റെ വരവറിയിച്ച് കണിക്കൊന്നകൾ നേരത്തെ പൂവിട്ടു തുടങ്ങി. ചുട്ടുപൊള്ളുന്ന വെയിലിൽ സ്വർണ്ണ നിറം പൂകി നിൽക്കുന്ന കൊന്നകൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ഭീമനാട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി രജീഷ് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്.
വിഷുവിൻ്റെ വരവറിയിച്ച് കുംഭമാസത്തിൽ തന്നെ പൂത്ത് കണിക്കുന്നുകൾ. സാധാരണ മീനമാസത്തിലെ ചൂടേറ്റാണ് കണിക്കുന്നുകൾ പൂവിടാറെങ്കിലും അടുത്തിടെയായി നേരത്തെ തന്നെ കണിക്കുന്നുകൾ പൂവിടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും കടുത്ത ചൂടുമൊക്കെ തന്നെയാണ് കണിക്കുന്നുകൾ നേരത്തെ പൂത്തുലയാൻ കാരണം. സ്വർണ്ണനിറം പൂകി പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കുന്നുകൾ ഗ്രാമങ്ങളിൽ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. വിഷുവിന് കണി കണ്ടുണരാൻ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് കണിക്കുന്ന പൂക്കൾ. മുമ്പൊക്കെ സമൃദ്ധമായി ഇവ കണ്ടിരുന്നെങ്കിലും ഇന്ന് ഗ്രാമങ്ങളിൽ മാത്രമാണ് കണിക്കുന്നുകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ കാണാനാവുക. വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന കണിക്കുന്നുകൾ വിഷുവിൻ്റെ വിളംബരം നേരത്തെ അറിയിക്കുകയാണ്. മേടമാസ പൊൻപുലരിക്ക് നൈർമല്യമേകാൻ കടുത്ത ചൂടിലും വാടാതെ നേരത്തെ തന്നെ പൂത്തു നിൽക്കുകയാണ് കണിക്കുന്നുകൾ ഇത്തവണയും. അലനല്ലൂർ സംസം ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഹജ്ജ് ഉംറ പഠന ക്ലാസും സ്പെഷ്യൽ സംഗമവും ശ്രദ്ധേയമായി. മാനുഷിക സഹായവും സഹകരണവും നൽകി യാത്രയ്ക്കും അതിനുശേഷവും പിന്തുണ നൽകുന്ന സ്ഥാപനമാണ് സംസമെന്ന് എൻ ഷംസുദ്ദീൻ MLA പറഞ്ഞു. പതിറ്റാണ്ടുകളുടെ സേവന മികവിൽ പതിനായിരങ്ങളുടെ പ്രാർത്ഥനാ പിൻബലത്തോടെ ജനകീയ അംഗീകാരം നേടിയ സംസം ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഹജ്ജ് ഉംറ പഠന ക്ലാസും സ്പെഷ്യൽ സംഗമവും വിവിധ ചടങ്ങുകളോടെയാണ് നടന്നത്. ചീഫ് അമീർ KC അബൂബക്കർ ദാരിമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധമായ കഅബ കണ്ടുകൊണ്ട് കരയുന്ന ഒരു രംഗങ്ങളുണ്ട് സഹോദരങ്ങളെ. അതൊക്കെ ദുനിയാവിന് ആസ്വദിക്കാനും ഇതുകൊണ്ട് പരലോകത്തെ രക്ഷപ്പെടാനും കഴിയാതെ ദുനിയാവിനോട് ഇവിടെ പറയേണ്ടി വന്നാൽ എന്തേ ദുനിയാവിന് നമുക്ക് കിട്ടിയത്? എന്തേ ദുനിയാവിന് നമുക്ക് കിട്ടിയത്? ഒന്നും തന്നെ കിട്ടിയില്ല എന്ന് വേണം നമുക്ക് പറയാൻ. ഹജ്ജ് ഉംറ പഠന ക്ലാസ്, പ്രാർത്ഥനാ സദസ്സ്, വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ, റിലീഫ് വിതരണം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടായി. സംസം ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ മാനേജിംഗ് ഡയറക്ടറും മണർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബഷീർ തെക്കൻ അധ്യക്ഷനായി. മാനുഷിക സഹായവും സഹകരണവും നൽകി യാത്രയ്ക്കും അതിനുശേഷവും പിന്തുണ നൽകുന്ന സ്ഥാപനമാണ് സംസമെന്ന് എൻ ഷംസുദ്ദീൻ MLA റിലീഫ് വിതരണോദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഒരു ബിസിനസ് എന്നതിനപ്പുറത്ത് ഒരു മാനുഷിക സൗഹൃദത്തിന്റെ, സഹായത്തിന്റെ, സഹകരണത്തിന്റെ മേഖലകളിലേക്ക് കൂടി വരുമ്പോൾ അതിന് ഇരട്ടി മധുരമുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിശ്വാസപരമായും അതിനൊരു പവിത്രത ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഹജ്ജിനും ഉംറയ്ക്കുമായി ഇവിടുന്ന് ധാരാളം ആളുകൾക്ക് അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ബഷീറിന്റെ ഈ സംവിധാനം. അപ്പൊ അവരെ എപ്പോഴും ഒരു ബന്ധം അവരുമായി നിലനിർത്തണം എന്നുള്ള ആഗ്രഹമാണ് സത്യത്തിൽ ഇതുപോലൊരു സൗഹൃദ സംഗമം സംഘടിപ്പിക്കാൻ ബഷീറിനെ പ്രേരിപ്പിക്കുന്നത്. അട്ടപ്പാടി ഷംസുൽ ഉലമ എജ്യൂസോൺ ഹിഫ്ല് കോളേജിന് വേണ്ടിയുള്ള റിലീഫ് ജനറൽ സെക്രട്ടറി KC അബൂബക്കർ ദാരിമിയും റംസാൻ കിറ്റ് മുണ്ടത്തുപള്ളി മഹല്ല് പ്രസിഡന്റ് ആലായൻ സൈനുദ്ദീൻ ഹാജിയും ഏറ്റുവാങ്ങി. കൊടക്കാട് ഇമ്പിച്ചി കോയ തങ്ങൾ പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകി. كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد في العالمين إنك حميد مجيد. اللهم بارك لنا في جمعنا هذا بركة طامة. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. സംസമിന്റെ അമീർമാരായ ഷമീർ ഫൈസി കോട്ടപ്പാടം, നിസാബുദ്ദീൻ ഫൈസി പുല്ലശ്ശേരി, ഹബീബ് ഫൈസി കോട്ടപ്പാടം, റഫീഖ് ഫൈസി പുല്ലശ്ശേരി, സുബൈർ ഫൈസി ജമലശ്ശേരി എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി. സംസം ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഹജ്ജ് ഉംറ, ഹോളി ലാൻഡ്, ഇറാഖ്, തുർക്കി, യൂറോപ്പ് തുടങ്ങി ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ആത്മീയവും ഉല്ലാസകരവുമായ നിരവധി യാത്രകൾക്ക് സംസമിനെ തിരഞ്ഞെടുത്ത ഹനീഫ പാറമൽ, KT കുഞ്ഞിമമ്മു ഹാജി, അബ്ദുൽ നാസർ ശങ്കരമംഗലം, അബ്ദുൽ കരീം ഹാജി അമ്മിനിക്കാട്, ആരിഫ് തുവശ്ശേരി, ഉമർ കിടത്ത് എന്നിവരെ MLA സ്നേഹാദരം നൽകി ആദരിച്ചു. ഈ വർഷം സംസം ട്രാവൽസിന് കീഴിൽ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്നവർ, ഹജ്ജ് കമ്മിറ്റി മുഖേന പുറപ്പെടുന്നവർ, ഉംറ യാത്രക്കാർ, കഴിഞ്ഞ കാലങ്ങളിൽ യാത്രയിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾ എന്നിവരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. ഒരിടവേളയ്ക്ക് ശേഷം ജോർദാൻ, ഫലസ്തീൻ, ഇസ്രായേൽ, ഈജിപ്ത് തുടങ്ങിയ ഖുർആൻ ചരിത്രഭൂമിയിലൂടെയുള്ള സംസമിന്റെ 23ാമത് യാത്ര ഏപ്രിൽ 29-ന് പ്രമുഖ പണ്ഡിതനും ചരിത്ര ഗവേഷകനുമായ അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിൽ പുറപ്പെടുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ബഷീർ തെക്കൻ പറഞ്ഞു. ഏപ്രിൽ 4-ന് ബാഗ്ദാദ് യാത്രയും ഏപ്രിൽ 6-ന് വെക്കേഷൻ ഉംറ പാക്കേജും ഉൾപ്പെടെ ഏപ്രിൽ മെയ് വെക്കേഷനിൽ നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് പറക്കാൻ നിരവധി പാക്കേജുകൾ സംസം ഒരുക്കിയിട്ടുണ്ടെന്നും ബഷീർ തെക്കൻ അറിയിച്ചു. ഹനീഫ പാറമൽ യാത്രാനുഭവങ്ങൾ വിവരിച്ചു. ഫിറോസ് ഹുദവി, റഷീദ് അലായൻ, ആലിപ്പു ഹാജി കൊളമ്പൻ, ഉസ്മാൻ കുരിക്കാടൻ, P അലി ഹാജി, നാസർ ഫൈസി, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ശിഹാബ് കമാലി, നാസർ അൻവരി പുത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഇനി പരീക്ഷാ ചൂട്. SSLC +2 പരീക്ഷകൾ തിങ്കളാഴ്ച തുടങ്ങും. 4.4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. വേനൽ ചൂട് പരിഗണിച്ച് ക്ലാസുകളിൽ ഫാനും കുടിവെള്ള സൗകര്യവും ഉറപ്പാക്കും. കാർഷിക, വിദ്യാഭ്യാസ, സാമൂഹ്യക്ഷേമ മേഖലകൾക്ക് ഊന്നൽ നൽകി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. മലപ്പുറത്തിന്റെ സർവോദോന്മുഖ വികസനം ലക്ഷ്യമിടുന്നതാണ് ബജറ്റെന്ന് പ്രസിഡന്റ് MK റഫീഖ്. മണർക്കാട് കുമരമ്പത്തൂരിൽ വീണ്ടും കാട്ടുപന്നിവേട്ട. 12 പന്നികളെ വെടിവെച്ചു കൊന്നു. പ്രദേശങ്ങളിൽ രാത്രിയും പകലും പന്നിശല്യമെന്ന് നാട്ടുകാർ. മുഴുവൻ മേഖലകളിലും പന്നിവേട്ട നടത്തണമെന്ന് ആവശ്യം. വീട്ടിലേക്ക് വാഹനമെത്താൻ വഴിയില്ല. പാണ്ടിക്കാട് പയ്യപ്പറമ്പിൽ ദുരിതത്തിലായി 22-കാരനായ ഭിന്നശേഷിക്കാരനും കുടുംബവും. വാഹനം എത്താത്തതിനാൽ ചികിത്സയുൾപ്പെടെ പ്രതിസന്ധി. പാലക്കാട് ജില്ലയിലെ ഏക കൂൺഗ്രാമമാകാൻ തൃത്താല. കൂൺഗ്രാമം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് മേഴത്തൂരിൽ നിർവഹിച്ചു. കൂൺകൃഷി വലിയ വരുമാന സാധ്യതയുള്ളതെന്ന് മന്ത്രി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.